അങ്ങനെ ഫൈനലി അത് നടന്നിരിക്കുകയാണ് ഗൈസ്. എൻ്റെ ആദ്യത്തെ വോട്ട് അത് ഞാൻ ഇട്ടു. അതിനു വേണ്ടി ഞാൻ മൈലുകൾ താണ്ടി എൻ്റെ സ്വന്തം നാടായ കൊല്ലത്തെത്തിയിട്ടുണ്ട്. വോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് ഇടുക്കിക്ക് പോകാട്ടോ. യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇരുന്നിരുന്നിരുന്നിരുന്ന് ഊപ്പാട് വന്നിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും ചത്ത പോലെ കിടന്ന് ഉറങ്ങല പതിവ്. പക്ഷേ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല ഇന്ന് ഞാൻ. എന്താണെന്നറിയത്തില്ല, അതേപോലെ എനർജിയിലായിരുന്നു. കണ്ടില്ലേ, വഴിയെ ആൾക്കാർ ഇറങ്ങി ഓരോന്നൊക്കെ കഴിക്കുക, നമ്മളിങ്ങനെ കാറിക്കുത്തിരിപ്പാ. സമയം അതിക്രമിച്ചപ്പം ഞങ്ങളും കയറിയൊരു ഹോട്ടലിൽ. അവിടെ കണ്ണാടി ഉണ്ടായിരുന്നു. കണ്ണാടി കിട്ടിയ പിന്നെ നമ്മൾ വീട്ടിൽ പോകും. ആ കാർക്കൂന്തലിൽ 2 കോതൽ കോതിയിൽ പറ്റൂല. അങ്ങനെ കുറച്ച് നേരത്തെ അവിടുത്തെ ഷോയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേതായി ചേട്ടൻ അത് വിട്ടേക്ക്, നമുക്ക് പോയി കഴിക്കാം. ബിരിയാണിയാണ് കേട്ടോ ഇതേക്കുന്നത്. എല്ലാ ലിസ്റ്റും നോക്കി അവസാനം കണ്ടുപിടിക്കുന്ന സാധനമാണല്ലോ ഈ ബിരിയാണി. അതും കഴിഞ്ഞ് വീണ്ടും കൈ കഴുകുമ്പോൾ ഒന്നും കൂടെ നോക്കണം. അതിൻ്റെ ഇടയ്ക്ക് മമ്മി അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഐസ്ക്രീം വേണം എന്നൊരു. ബിരിയാണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഐസ്ക്രീം കഴിക്കുന്നത് ഒരു സുഖമാണല്ലോ. ഇതെങ്ങോട്ടായി പോണേ കണ്ടോ, എടുക്കുന്നത് പോകുന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല. എത്ര എടുത്ത് എത്ര പോയി. അങ്ങനെ കാറിലിരുന്ന് അത് കഴിക്കുക. നമ്മുടെ ഡ്രൈവർക്ക് ഐസ്ക്രീം മുന്നിൽ വെച്ച് ഇരിക്കപ്പുറതി ഇല്ലാത്തതുകൊണ്ട് റോഡിൻ്റെ സൈഡിൽ നിർത്തിയിട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ യാത്ര വീണ്ടും എന്താ ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. ആ ഒരു വ്യൂ ഉണ്ടല്ലോ, വേറെ ലെവലായിരുന്നു. ആ മഞ്ഞും മലയും ഒക്കെ ചേർന്നിട്ട് അയ്യോ എന്നാ രസമാണെന്നറിയോ. ഇങ്ങനൊന്നും അല്ലടാ നേരിട്ട് കാണാൻ, അടിപൊളിയാണ്. അങ്ങനെ ആദ്യമായിട്ടൊരു യാത്രയിൽ ഫുള്ള് കാഴ്ചയും കണ്ടു കേട്ടോ. പാട്ടൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല മൊത്തത്തിലൊരു ഓടായിരുന്നു ഞാൻ. അങ്ങനെ നമ്മൾ ഏകദേശം വീടെത്താറായിട്ടുണ്ട്. എന്തോ നാടിന് വേണ്ടി ചെയ്തിട്ട് വന്ന ഒരു പൗരയാണ് ഞാൻ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു കാര്യത്തിൽ എൻ്റെ പൊന്നോ, ആ കയ്യിൽ നീലവര കാണുമ്പോൾ എന്തൊരു സന്തോഷമാണോ. അങ്ങനെ നമ്മൾ ഫൈനലി വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.